അനുമോൾക്കും അനീഷിനും ഉള്ള കഞ്ഞിയും അച്ചാറും ഒക്കെ വന്നിട്ടുണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക്. ആര്യനും സാബുമോനും കൂടെ എടുത്ത് ജയിലിലോട്ട് കൊണ്ടുപോവാണ്. സാബുമോൻ ആര്യനോട് പറയുകയാണ്, ഈ ചമ്മന്തി കണ്ടിട്ട് എനിക്ക് നാവിന്ന് വെള്ളം വരുന്നു. എനിക്കിവിടെ ആര്യൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ ഇതുമായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ആര്യനൊക്കെയാണ് ജയിലിൽ പോകേണ്ടത്. ശരിക്കും അനീഷ് നന്നായിട്ട് ഗെയിം കളിച്ച് വീക്കിലി ടാസ്കിൽ നല്ല പെർഫോം കാഴ്ചവെക്കുന്നവരെയാണ് ക്യാപ്റ്റൻസിയിലോട്ട് എടുക്കുന്നത്. അതേ കണക്ക് ബാഡായിട്ട് കളിക്കുന്നവരെയാണ് നോമിനേറ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. ഇത് ഏറ്റവും നന്നായിട്ട് കളിച്ച 2 പേരാണ് അനുമോളും അനീഷും. പോയിന്റുകൾ കൂടുതലാണെങ്കിലും ആര്യൻ ബിഗ് ബോസിനെ വരെ പറ്റിച്ച ഒരു ഇതാണ് ഈ വീക്കിൽ. ആര്യൻ ആ ടോക്കൺ എടുത്ത് മാറ്റി വെച്ച് കള്ളത്തരം കാണിച്ച് അതൊക്കെ ബിഗ് ബോസിനെ പറ്റിച്ച ഒരു ഗെയിമറായിട്ടാണ് ആര്യൻ ഈ ആഴ്ച കളിച്ചത്. അപ്പോൾ ആര്യനെ ജയിലിലാക്കാമായിരുന്നു. അക്ബറിൻ്റെ കോയിൻ മോഷ്ടിച്ചതാണ് ആദില. അപ്പോൾ ആദിലെ ജയിലിലാക്കിക്കൂടെ? എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ആദിൽ അക്ബറിൻ്റെ കോയിൻ മോഷ്ടിച്ചെന്ന്. അപ്പോൾ ആദിലെ ജയിലിലാക്കാം. അതേ കണക്കാണ് നിവിൻ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കയറിൽ പിടിച്ചിട്ട് കിച്ചണിൽ കിടക്കുകയും അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും എന്തൊക്കെ പ്രശ്നങ്ങൾ ആ നിവിൻ ഉണ്ടാക്കി. നിവിനെ ജയിലിലാക്കാം. ഇതൊന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ നന്നായിട്ട് ഗെയിം കളിച്ച് ഏറ്റവും നല്ല പോയിൻ്റ് എടുത്ത 2 വ്യക്തികളെ പിടിച്ച് ജയിലിലാക്കിയേക്കുന്നു. അവർക്ക് കഞ്ഞിയും ഇതുമായിട്ട് ആര്യനും സാവുമോനും കൂടെ ജയിലിൽ ചെല്ലുന്നു. അനുമോളെ അനീഷേട്ടാന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് ആര്യൻ കഞ്ഞി അച്ചാറുമായിട്ട് വരുന്നത്. അനുമോളെ അനീഷേട്ട അച്ചാറും കഞ്ഞിയൊക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട് രൂപത്തിലൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് വരുന്നത്. അനുമോള് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അനീഷിന് നല്ല സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട് അനീഷിനെ കാണാൻ വേണ്ടി ഷാനവാസ് വരുന്നുണ്ട് ജയിലിൽ. അപ്പോൾ ഷാനവാസ് വന്നിട്ട് അനീഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കുറേ നേരം നോക്കി നിന്ന്. എന്നിട്ട് അനീഷും മിണ്ടുന്നില്ല, അനുമോളും മിണ്ടുന്നില്ല, അവർ രണ്ടുപേരും മിണ്ടുന്നില്ല. വന്ന ഷാനവാസും ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞ് ഇവനെ ഇങ്ങനെ കാണുമ്പോഴാ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് അനീഷേ എന്ന് വിളിക്കുന്നു. വീണ്ടും ഒന്നുകൂടെ വിളിക്കുന്നു, അനീഷ് ചോദിക്കുന്നത് എന്താണ്? ഷാനവാസ് ചോദിക്കുന്നത് ഓക്കെ അല്ലേ? ഓക്കെ അല്ലാണ്ട് പിന്നെ അങ്ങനെ നിൽക്കേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ ഷാനവാസ് അവിടെ നിന്ന് അവരെ നോക്കിക്കൊണ്ട് നിന്നിട്ട് തിരിച്ച് ഷാനവാസ് വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ ബാക്കി എല്ലാവരും ഇങ്ങനെ റൗണ്ട് കൂടി ഇരുന്ന് ചിരിയും കളിയും തമാശകളും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.